ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ഒരു യഹൂദ കഥ വായിക്കുവാനിടയായി. വളരെ ശ്രേഷ്ഠനായ ഒരു റബി, യഹൂദർ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന യോങ്കിപ്പൂർ എന്ന തിരുനാൾ ദിവസം രാത്രിയിൽ അദ്ദേഹം സിനഗോഗിൽ പ്രാർത്ഥിക്കുവാനെത്തി. അന്ന് ദിവസം മുഴുവനും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചതുകൊണ്ട് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. എങ്കിലും സിനഗോഗിലെ ആരാധനയുടെ നേതൃത്വം അദ്ദേഹത്തിനായിരുന്നുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുവാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്രയോ ആളുകളാണ് പാപമോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് സിനഗോഗിലുള്ള എല്ലാവരുടെയും പാപം ക്ഷമിച്ചിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചു. ആ നിമിഷം റബിക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അതിപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന ടാം എന്നയാൾ സമർപ്പിക്കട്ടെ. ടാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ഈ സ്വരം കേട്ടപ്പോൾ ഈ റബി ആകെ പകച്ചുപോയി. എങ്കിലും ധൈര്യം സംഭരിച്ച് അദ്ദേഹം ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു: ടാം, താങ്കൾ എവിടെയാണ്? വേഗം മുന്നോട്ട് വരിക. ആരാണ് ടാം എന്ന് റബിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭയന്ന് വിറച്ച് മുന്നോട്ട് വരികയാണ്. റബി തന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാതെ അയാൾ പകച്ചു നിൽക്കുമ്പോൾ റബി അയാളോട് പറഞ്ഞു: നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ടാം ആണ് എന്ന് ദൈവത്തിന്റെ സ്വരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് ടാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. റബിയുടെ അഭ്യർത്ഥന കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ അവിടെ നിശബ്ദനായിരുന്നു. വീണ്ടും റബി പറഞ്ഞു: ടാം, താങ്കൾ പ്രാർത്ഥിച്ചാലേ ദൈവം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കൂ. ദയവായി എത്രയും വേഗം പ്രാർത്ഥിക്കൂ. അപ്പോൾ ടാം പറഞ്ഞു: ഞാൻ പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഞാൻ പോയി എന്റെ പ്രാർത്ഥന എടുത്തുകൊണ്ട് വരട്ടെ. റബിക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു. പ്രാർത്ഥന എടുക്കുവാൻ പോയി ടാം എത്രയും വേഗം സിനഗോഗിൽ മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചെറിയ മൺപാത്രം ഉണ്ടായിരുന്നു. അയാൾ ആ മൺപാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പരിശുദ്ധനായ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ പാത്രത്തിലുള്ളത് എന്റെ കണ്ണുനീരാണ്. രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ ഭാര്യയെയും കുട്ടികളെയും ഓർക്കും. അവർക്ക് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സിനഗോഗിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് സാധിക്കുകയില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയും. അപ്പോൾ ദരിദ്രരെയും ഭിക്ഷക്കാരെയും കുറിച്ച് ഞാൻ ഓർമ്മിക്കും. ചൂടും തണുപ്പും വിശപ്പും ദാഹവും മൂലം അവർ കഷ്ടപ്പെടുന്നത് എന്റെ ഭാവനയിൽ തെളിയും. അപ്പോൾ വീണ്ടും ഞാൻ കരയും. ആ കണ്ണുനീർ വറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ സഹോദരങ്ങൾ പരസ്പരം വഴക്കടിക്കുന്നതും തലതല്ലി കീറുന്നതും എന്റെ ഓർമ്മയിൽ വരും. അപ്പോൾ ഞാൻ വീണ്ടും കരയും. അങ്ങ് ഞങ്ങളുടെ ദുഷ്ചെയ്തികളെ ഓർത്ത് വേദനിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി കരയുന്നതും ഞാൻ ഓർമ്മിക്കും. അപ്പോൾ എന്റെ ദുഃഖം അണപൊട്ടി ഒഴുകും. അങ്ങനെയുണ്ടാകുന്ന കണ്ണുനീരെല്ലാം ഞാൻ ഈ പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവമേ, അങ്ങ് എന്റെ ഈ കണ്ണുനീർ മുഴുവൻ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് തിരികെ സ്വീകരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കടങ്ങൾ മായിച്ചു കളയണം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ടാം കണ്ണുനീർ മുഴുവൻ സാവധാനം ആ തറയിൽ ഒഴുക്കിയുണ്ടായി. അപ്പോൾ റബി പറഞ്ഞു: ദൈവം ടാമിന്റെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു
നമുക്കിനി നന്ദിയുള്ളവരായി പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും ജീവിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യമെന്നുള്ളത് എഴുതപ്പെട്ട പ്രാർത്ഥന ആയിരുന്നില്ല ടാം നടത്തിയത്. എന്നാൽ ടാമിന്റെ പ്രാർത്ഥന എന്നുള്ളത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അക്ഷരാർത്ഥത്തിൽ അവന്റെ കണ്ണുനീർ തന്നെയാണ്. മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുവാനും മറ്റുള്ള സഹജീവികളെ കുറിച്ച് കരയുവാനും അവന് തയ്യാറായപ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവന്റെ കണ്ണുനീരുകൾ അത് സമർപ്പിക്കുകയാണ്. എഴുതപ്പെട്ട പ്രാർത്ഥനകൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ജീവിതത്തിൻ്റെതായ ഓരോ മേഖലയിലും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആയതിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.